ഹായ് ഫ്രണ്ട്സ്, ട്രാവൽ ഗൈഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ലിഫ്റ്റ് ചോദിച്ച് കിട്ടുന്ന വണ്ടികളിൽ കയറി കാണുന്ന ഇടങ്ങളിൽ ഇറങ്ങി ഒരു തൃശ്ശൂർക്കാരി പെൺകുട്ടി. ഒറ്റയ്ക്ക് ഇത്ര ദൂരം യാത്ര ചെയ്തെന്ന് വിശ്വസിക്കാൻ കഴിയുന്നില്ലെങ്കിൽ ഉമയുടെ യാത്രകൾ അറിയണം. ഒരൊറ്റ രൂപ കയ്യിൽ കരുതാതെ ആവശ്യ സാധനങ്ങൾ പാക്ക് ചെയ്ത് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഉമാറോയ് എന്ന 21കാരി മലയാളി പെൺകുട്ടിക്ക് മുന്നിൽ പുതിയൊരു ലോകം വാതിൽ തുറക്കുകയായിരുന്നു. കാഴ്ചകൾ ഏറെയുണ്ട്, നേരിടാൻ ഒട്ടേറെ അനുഭവങ്ങളും വെല്ലുവിളികളും. ഹിച്ച് ഹൈക്കിങ്ങിനായി വീട് വിട്ടിറങ്ങുമ്പോൾ മനസ്സ് മുഴുവൻ ഹെലൻ കെല്ലറയുടെ വാചകമായിരുന്നു: ജീവിതം ഒന്നിക്കിൽ ധീരമായ സാഹസികതയാണ്, അല്ലെങ്കിൽ ഒന്നുമില്ല. എവിടെ പോകുന്നു, എവിടെ താമസിക്കും, എന്തെങ്കിലും ആപത്ത് സംഭവിക്കുമോ എന്ന ചിന്തകളോട് തൽക്കാലം ബൈ പറഞ്ഞ് 2019 സെപ്റ്റംബർ 3 ഉമ യാത്ര തുടങ്ങി. 8 സംസ്ഥാനങ്ങളും 2 കേന്ദ്രഭരണ പ്രദേശങ്ങളും കണ്ട് 5000 കിലോമീറ്ററിലധികം യാത്ര ചെയ്തു. യാത്രയിൽ നിന്ന് കുറച്ചു കാലത്തേക്ക് ചെറിയൊരു ബ്രേക്ക് എടുത്ത് ഇപ്പോൾ ആസാമിൽ തുടരുന്നു. കുട്ടിക്കാലം മുതൽ യാത്ര ചെയ്യാൻ വലിയ ഇഷ്ടമായിരുന്നു. കൊച്ചി രാജഗിരി കോളേജിൽ നിന്നും മദ്യപഠനത്തിൽ ബിരുദമെടുത്ത് പുറത്തിറങ്ങിയത് മുതൽ ഒറ്റയ്ക്കൊരു യാത്ര എന്ന സ്വപ്നമായിരുന്നു മനസ്സിൽ. കയ്യിൽ ഒരൊറ്റ രൂപയില്ല, പണമില്ലാതെ എങ്ങനെ യാത്ര പോകാം എന്ന അന്വേഷണം ചെന്നെത്തിയത് ഹിച്ച് ഹൈക്കിങ്ങിലാണ്. അതായത് ലിഫ്റ്റ് ചോദിച്ച് യാത്ര പോവുക. കേരളത്തിൽ നിന്ന് ഒരു പെൺകുട്ടി ഇങ്ങനെയൊരു യാത്ര പോയിട്ടുണ്ടോ എന്നൊന്നും അവൾക്കറിയില്ല. ചെയ്യാൻ പോകുന്ന സാഹചര്യത്തെക്കുറിച്ച് ആകെ ഉണ്ടായിരുന്ന ഭയം ആരെങ്കിലും ലിഫ്റ്റ് തരുമോ എന്നത് മാത്രമായിരുന്നു. വീട്ടിൽ പറഞ്ഞാൽ സമ്മതിക്കില്ല എന്ന് ഉറപ്പുള്ളത് കൊണ്ട് തന്നെ അവൾ വീട്ടിൽ പറയാതെ ഇറങ്ങി. കൂട്ടുകാരോട് കടം മേടിച്ച് ഇടയ്ക്കൊരു ചെറിയ യാത്രയൊക്കെ നടത്താറുള്ളതിനാൽ അവർക്ക് കാര്യമായ സംശയങ്ങളൊന്നും ഉണ്ടാകില്ല എന്ന വിശ്വാസത്തിലാണ് യാത്ര തുടങ്ങിയത്. തൃശ്ശൂരിൽ നിന്നാണ് ഉമയുടെ യാത്രയുടെ തുടക്കം. ഭക്ഷണം, താമസം, ഗതാഗതം, ഈ 3 ഘടകങ്ങളാണ് ഏതൊരു യാത്രയ്ക്കും വേണ്ട പ്രധാന ചെലവ്. എല്ലാവരും പണം സമ്പാദിച്ച് ഫ്രീ ആകുമ്പോഴല്ലേ യാത്ര ചെയ്യുന്നത്. ആ രീതി എൻ്റെ സ്വഭാവത്തിന് ചേരാത്തതിനാലോ അത്ര കാലം സ്വപ്നം കണ്ടിരിക്കാൻ പറ്റാത്തതിനാലോ വരുന്നിടത്ത് വെച്ച് കാണാം എന്ന് കരുതി ഉമ യാത്ര തിരിച്ചു. ലിഫ്റ്റ് ചോദിച്ചായിരുന്നു യാത്ര. കേൾക്കുമ്പോൾ എളുപ്പമെന്ന് തോന്നുമെങ്കിലും ലിഫ്റ്റ് കിട്ടാൻ വലിയ ബുദ്ധിമുട്ടാണ്. ട്രക്ക്, ലോറി, 2 വീലർ അങ്ങനെ കിട്ടുന്ന വണ്ടിക്കു കൈകാണിച്ചാണ് മുന്നോട്ട് പോയത്. നല്ല ക്ഷമ വേണ്ട ഏർപ്പാടാണ്. ചിലർ ചീത്ത വിളിക്കും, ചിലർ വണ്ടി മുന്നോട്ട് നിർത്തി കയറ്റാതെ പോകും. പതിയെ അതൊക്കെ ശീലമായി. ഈ യാത്ര എങ്ങനെ ആവണം എന്നതിന് പ്ലാനിങ് ഉണ്ടായിരുന്നില്ല. രാത്രി യാത്ര ചെയ്യാറില്ല. ഇരുട്ട് മുമ്പ് താമസിക്കാൻ ഒരിടം എങ്ങനെയെങ്കിലും കണ്ടെത്തും. വൈകിട്ടാകുമ്പോൾ ഏതെങ്കിലും വീടിൻ്റെ വാതിലിൽ മുട്ടും. ഞാൻ ഇങ്ങനെ ഒരു യാത്രയിലാണ്, എന്നെ ഇവിടെ താമസിപ്പിക്കാമോ എന്ന് അപേക്ഷിക്കും. പലരും വാതിൽ കൊട്ടിയടക്കും. ചിലർ താമസവും ഭക്ഷണവും കൊടുക്കും. തുടക്കകാലത്തൊക്കെ ഇങ്ങനെയായിരുന്നു താമസിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നീട് റെയിൽവേ സ്റ്റേഷൻ, അമ്പലം, പള്ളി തുടങ്ങിയ സ്ഥലങ്ങളിലായിരുന്നു കിടത്തം. ഇനിയും യാത്ര മുന്നോട്ട് പോകാനുള്ള തയ്യാറെടുപ്പിലാണ് ഉമ ഇപ്പോൾ. ഇനി എൻ്റെ ഫാമിലിയുടെ കാര്യം ചോദിക്കുകയാണെങ്കിൽ അവരുടെ റിയാക്ഷൻ എങ്ങനെയായിരുന്നു എന്ന് ചോദിക്കുകയാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴും അവർക്ക് വലിയ പിടുത്തൊന്നും ഇല്ല ഞാൻ എങ്ങനെയാണ് ട്രാവൽ ചെയ്യണതെന്ന്. പക്ഷെ ഇപ്പോൾ അവർക്ക് അറിയാം ഞാൻ ട്രാവലിംഗ് വിത്തൗട്ട് മണി എന്ന് ചെയ്യണമെന്ന്. ഇപ്പോൾ അവർക്ക് അറിയാം. ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ അവർക്ക് അറിയായിരുന്നില്ല ഞാൻ ഇങ്ങനത്തെ ഒരു യാത്ര ചെയ്യായിരുന്നു എന്ന്. അവർ വിചാരിച്ചു എൻ്റെ ഫ്രണ്ടിൻ്റെ കാശ് വെച്ചിട്ടായിരിക്കും ഞാൻ യാത്ര ചെയ്യണേന്ന്. അത് പിന്നെ കുറച്ച് കഴിഞ്ഞിട്ടാണ് അവർ അറിഞ്ഞത്. എന്നെ കൊണ്ട് എങ്ങനെയാണ് ഒരു പൈസ പോലും ചിലവാക്കാതെ യാത്ര ചെയ്യാൻ സാധിക്കുന്നത്. അപ്പോൾ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ആകെ കൂടി 3 സാധനങ്ങൾ ആവശ്യം ഉണ്ടാവാറുള്ളൂ: ഫുഡ്, ട്രാൻസ്പോർട്ടേഷൻ ആൻഡ് ഷെൽട്ടർ. അപ്പോൾ ട്രാൻസ്പോർട്ടേഷന് വേണ്ടി ഞാൻ എന്താ ചെയ്യണതെന്ന് വെച്ചാൽ ഞാൻ ഹിച്ച് ഹൈക്ക് ചെയ്യും. അതായത് എൻ്റെ ഡെസ്റ്റിനേഷൻ വരെ എന്ത് വണ്ടിയാണോ കിട്ടുന്നത് ഞാനതിൽ ലിഫ്റ്റ് വാങ്ങിക്കും. അപ്പോൾ എനിക്ക് ട്രക്ക് കിട്ടാറുണ്ട്, കാർ, ഓട്ടോ, ബസ്, ബൈക്ക്, JCB, പെട്ടിവണ്ടി. അപ്പോൾ എനിക്ക് എന്ത് വണ്ടിയാണോ കിട്ടുന്നത് ഞാനതിൽ കയറിപ്പോവും. പിന്നെ അടുത്തത് ഫുഡ്. അപ്പോൾ ഞാൻ റൈഡിലുണ്ടാവുമ്പോൾ സ്വാഭാവികമായിട്ട് ആൾക്കാർ ചോദിക്കും എന്തുകൊണ്ടാണ് ഇതൊക്കെ ചെയ്യണതെന്ന്. അപ്പോൾ അങ്ങനെ ഒരു കോൺവെർസേഷനിൽ വരുമ്പോൾ അവർ തന്നെയായിട്ട് ഫുഡ് വാങ്ങിത്തരും. പിന്നെ അടുത്തത് ഉള്ളത് ഷെൽട്ടറാണ്. അപ്പോൾ ഷെൽട്ടർ ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ആസാമിലൊരു വീട്ടിലാണ്, ഒരു ഫാമിലി ആയിട്ടാണ്. പക്ഷേ ഞാൻ പൊതുവേ നിൽക്കുന്നത് ടെൻറ്റിലാണ്. പക്ഷെ മുന്നേ എൻ്റെ കയ്യിൽ ടെൻറ്റ് ഉണ്ടായിരുന്നില്ല. ആ സമയത്ത് ഞാൻ എന്താ ചെയ്തിരുന്ന പണി എന്താണെന്ന് വെച്ചാൽ ഞാൻ ഈ വഴിയിൽ കാണുന്ന വീടുകളുടെ വാതിൽ ചെന്ന് മുട്ടും. അപ്പോൾ ഞാൻ അവരോട് വൈകിട്ടൊക്കെ ആകുമ്പോൾ അവരോട് ഡയറക്റ്റ്ലി വീട്ടിൽ ചെന്നിട്ട് തന്നെ ചോദിക്കും, ചേട്ടാ ചേച്ചി
ഇവിടെ എനിക്ക് അറിയാവുന്ന ആരുമില്ല. ഞാൻ ഇവിടെ ആദ്യമായിട്ടാണ് വന്നേക്കണത്. ഇവിടെ പരിചയമുള്ള ആരുമില്ല. അപ്പോൾ ഇന്ന് രാത്രി ജസ്റ്റ് നൈറ്റ് ഒന്ന് സ്റ്റേ ചെയ്യാൻ വേണ്ടിയിട്ട് സ്ഥലം തരാമോ എന്നങ്ങനെ ചോദിക്കും. അപ്പം അങ്ങനെ ചോദിച്ചിട്ട് 98% ആൾക്കാർ അങ്ങനെ ഷെൽട്ടർ തരില്ല, നിൽക്കാൻ സ്ഥലം തരില്ല. അപ്പം അങ്ങനെ കിട്ടാത്തൊരവസ്ഥയാകുമ്പോൾ ഞാൻ ചെയ്യണത്, ഒന്നെങ്കിൽ ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ ചെന്ന് കിടക്കും, അല്ലെങ്കിൽ ട്രെയിനിൽ ചെന്ന് കിടക്കും, അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷൻ, പള്ളി, അമ്പലം, സ്കൂൾ, മല, പിന്നെ കാട്. ഫ്രണ്ട്സ്, അപ്പോൾ ഈ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. ഇതിലും മനോഹരമായിട്ടുള്ള കാഴ്ചകൾക്കും അറിവുകൾക്കുമൊക്കെയായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം ബൈ.